Welcome to Mathematical Methods for MSc class number MM46, Poisson Distribution. Poisson Distribution, Mathematical Methods class for MSc Semester 1. Poisson Distribution. So you see the distribution graph of, according to Poisson distribution, three graphs are given here. A red graph, a green and a blue one, and you draw with the same ink and mark as 1, 2, 3, 1, 2, 3. In that manner you mark lambda is equal to 1 for first graph, lambda is 4 for second graph, lambda is 10 for the third graph. And this is a Poisson distribution curve. And you draw the graph first, and then now we can see what is Poisson distribution. So graph is drawn here, and now we see what is meant by Poisson distribution. Poisson distribution is a discrete probability distribution. It's a discrete probability distribution. It describes the probability of a given number of events happening in a fixed interval of time or space. ഒരു പ്രത്യേക ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്പേസും ടൈമും ഒന്നാണല്ലോ ഒരു സെൻസിൽ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ നമ്പർ ഓഫ് ഈവൻറ്റ്സ് ഹാപ്പനിങ് ഇൻ എ ഫിക്സഡ് ഇൻ്റർവൽ ഓഫ് ടൈം ഓർ സ്പേസ് വെൻ ഇവൻറ്റ്സ് ഒക്കർ ഇൻഡിപെൻഡൻ്റ്ലി. ഇവിടെ ഓരോ ഇവൻറ്റും, ഇപ്പം നാണയം ടോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ടോസ് ചെയ്യുകയാണെങ്കിൽ ഇവൻ്റ് എന്ന് പറയുന്നത്, പക്ഷേ ഈ ഇവൻറ്റ് ആ ഒക്കറൻസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. Events occur independently. The average rate, mean number of events, is a constant. Two events cannot occur exactly at the same instant. That is an important point. In Poisson distribution, when we consider Poisson distribution, two events cannot occur exactly at the same instant. ഒരേ സമയത്തിൽ ഇവൻറ്റുകൾ സംഭവിക്കാൻ പാടില്ല. സിറ്റുവേഷൻസ് വെയർ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ. എവിടെയാണ് ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? എക്സാമ്പിൾസ്: നമ്പർ ഓഫ് ഫോൺ കോൾസ് റിസീവ്ഡ് അറ്റ് എ കോൾ സെൻറ്റർ ഇൻ ആൻ അവർ. ഒരു കോൾ സെൻറ്ററിൽ കിട്ടുന്ന കോളുകളുടെ എണ്ണം. ഒരേ സമയത്ത് കോൾ സെൻറ്ററിൽ ഇപ്പോൾ ഒറ്റ ഫോണാണെങ്കിൽ 2 കോളുകൾ കിട്ടാൻ സാധ്യതയില്ല, ഒന്ന് കഴിഞ്ഞിട്ടാണ് മറ്റൊന്ന്. നമ്പർ ഓഫ് ടൈപ്പിംഗ് എറേഴ്സ് പെർ പേജ് ഇൻ എ ബുക്ക്. ടൈപ്പ് ചെയ്യുമ്പോൾ പേജിനകത്ത് എറർ സംഭവിക്കാം. അപ്പോൾ ഒരു സമയത്ത് ഒരു എറർ മാത്രം, അല്ലാതെ 2 എറർ ഒരുമിച്ച് വരില്ല. നമ്പർ ഓഫ് പേഷ്യൻസ് അറൈവിങ് അറ്റ് എ ഹോസ്പിറ്റൽ എമർജൻസി വാർഡ് ഇൻ എ നൈറ്റ്. ഒരു രാത്രിയിൽ ആശുപത്രിയിൽ വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണം. നമ്പർ ഓഫ് ഡിക്കേ ഈവൻറ്റ്സ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഇൻ എ ഗിവൺ ടൈം. ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എത്ര ഡിക്കേ നടത്തുന്നു, ഡിക്കേ ഇവൻറ്റ് ഉണ്ടാകുന്നു, അതിൻ്റെ കണക്ക് ഒരു പ്രത്യേക സമയത്ത്. And what is probability mass function in Poisson distribution, PMF? We have seen PMF in the previous classes, and now we once again say probability mass function PMF. If x is equal to number of events in the interval, lambda, average rate of occurrence, അതായത് ഈ ഒക്കറൻസിൻ്റെ ആവറേജ് റേറ്റ്, മീൻ നമ്പർ ഓഫ് ഈവൻറ്റ്സ് ഇൻ ദ ഇൻ്റർവൽ, ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന ഈവൻറ്റ്സിൻ്റെ എണ്ണം, അതാണ് ലാംഡ. അപ്പോൾ ഈ ലാംഡയാണ് നമ്മൾ നേരത്തെ ഗ്രാഫിനകത്ത് ഇല്ലസ്ട്രേറ്റ് ചെയ്തത്. വാട്ട് ഈസ് ലാംഡ ഇൻ ദി ഗ്രാഫ് വി ഹാവ് ഡ്രോൺ ഇനിഷ്യലി? ലാംഡ ഈസ് ദി ആവറേജ് റേറ്റ് ഓഫ് ഒക്കറൻസ്, വിച്ച് മീൻസ് മീൻ നമ്പർ ഓഫ് ഈവൻറ്റ്സ് ഇൻ ദി ഇൻ്റർവൽ. ആ ലാംഡ നമ്മൾ ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഗ്രാഫും ഓരോ ലാംഡയെ കാണിക്കുന്നതാണ്. ദെൻ ദ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഗിവൺ ബൈ പി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ആൻഡ് ദറ്റ് ഈസ് ദി Poisson distribution function. X is 0, 1, 2, 3, etc. numbers is the base of natural logarithm 2.71828. Or you simply take it 2.718. That will give sufficient accuracy. And now see
mean and variance. Now we see mean and variance. For Poisson distribution, mean is equal to lambda. Mean is equal to lambda itself. What is lambda? Lambda we have seen average rate of occurrence. That is mean. And variance is a property of Poisson distribution. So mean is equal to variance of a Poisson distribution. അതിൽ നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ ഇരിക്കുന്നത് വേരിയൻസ് ഈസ് ഈക്വൽ ടു ലാംഡ എന്നാണ്. വേരിയൻസ് ഈസ് ഈക്വൽ ലാംഡ. ദാറ്റ് ഈസ് മീൻ ഈസ് ഈക്വൽ ടു വേരിയൻസ് ഈസ് എ പ്രോപ്പർട്ടി ഇൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലെ ഒരു പ്രധാന പ്രോപ്പർട്ടിയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. കണ്ടീഷൻസ് ഫോർ പോയിസൺ മോഡൽ. ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇവൻറ്റ്സ് ഒക്കർ വൺ അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു ഇവൻറ്റ് മാത്രം. ദ പ്രോബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഒക്കറിങ് ഇൻ എ ഷോർട്ട് ഇൻ്റർവൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി ഇൻ്റർവൽ. The probability of an event occurring in a short interval is proportional to the length of the interval. Now, third condition. The occurrence in one interval is independent of another. The average rate lambda is a constant. The average rate of events is a constant. And this has a relation to binomial distribution. We have seen binomial distribution. What is the relation of Poisson distribution to binomial distribution? Poisson distribution can be obtained as a limiting case of the binomial distribution. Binomial distribution ഒരു particular limiting case ആണ്. ഒരു പ്രത്യേക അറ്റത്ത് വരുന്ന കേസാണ് ഈ Poisson distribution. If അതിൻ്റെ കണ്ടീഷൻസ് ഇതാണ്. When the binomial distribution becomes Poisson distribution. N tends to alpha, P tends to 0. That is first condition. P is the probability success. And the success rate, probability success rate P. Lambda is equal to NP, finite. It will be finite. Then lambda is MB finite. Then Px, the distribution function. Px is equal to PMF is equal to limit n tends to infinity NCX. That is the combination symbol. Permutation combination symbol P square 1 minus P raised to n minus x. That is equal to e raised to minus lambda into lambda square by x factorial. That is e raised to minus lambda into lambda square by x factorial is the Poisson distribution that you remember. And it is a question for the net test, that is USAR test. Net test, that is a question. What is the Poisson distribution? The equation is e raised to minus lambda into lambda raised to x by x factorial. Now comes what is called cumulative probability. Cumulative probability for x less than or equal to k, that is P cumulative probability P x less than or equal to k is equal to sigma x is equal to 0 to k e raised to minus lambda square by x factorial. The same relation, and that is for 0 to k. And we can see an example problem. This problem is important. A call center receives on an average 3 calls per minute. What is the probability that in a given minute exactly 5 calls are received? What is the probability that in a given minute exactly 5 calls are received? ഒരു മിനിറ്റിൽ 5 കോൾ റിസീവ് ചെയ്യുന്നുണ്ട്. ആവറേജ് ഫോൺ കോൾ അവിടെ 3 ആണ്, 3 പെർ മിനിറ്റ് ആണ്. അത്തരം കേസിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? എ കോൾ സെൻറ്റർ റിസീവ്സ് ആൻ ആവറേജ് 3 കോൾസ് പെർ മിനിറ്റ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി? അതിൻ്റെ പ്രോബിലിറ്റി എന്താണ്? അത് കണ്ടുപിടിക്കാനാണ്.
അപ്പോൾ നമ്മൾ നേരിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാൽക്കുലേഷന് ശരിക്കും പറഞ്ഞാൽ കാൽക്കുലേറ്റർ വേണ്ടി വരും. കാരണം ഇ റൈസ് ടു വാല്യൂ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ലത്. Lambda is 3, x is 5. X is the number of calls received per minute and lambda is the average mean call. So P x is equal to 5 is equal to e raised to minus lambda, e raised to minus 3, then 3 square, lambda lambda raised to n ആണല്ലേ, lambda raised to x, that is 3 raised to 5, that is 3 raised to e raised to minus 3 into 3 raised to 5 by 5 factorial, x factorial. 3 raised to 5 is 243, so 0.0498, that is e raised to minus 3 ആണ്. e raised to minus lambda ആണ്. ഈയുടെ വാല്യൂ 2.7182. അത് വെച്ച് നമ്മൾ പവർ കാണണം. ഇൻറ്റു 243, അവിടെ കുത്തല്ല, അവിടെ ശരിക്കും ഇൻറ്റു സൈനാണ് വേണ്ടത്, പോയിൻ്റല്ല വേണ്ടത്. ഇൻറ്റു 243, 3 raised to 5 is 343 by 5 factorial. 1 into 2 into 3 into 4 into 5, that is 120. The answer is 0.1008. And what are the important points of Poisson distribution? Discrete distribution counts events. Parameter lambda fully defines the distribution. Mean is equal to variance is equal to lambda. Good for modeling rare events in large opportunities. Rare event മോഡൽ ചെയ്യാനായിട്ട് ഇത് പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ പര്യാപ്തമാണ്. So these are the important questions from Poisson's distribution. You see, what are the questions? Explain Poisson distribution. Number 2, at what situations the Poisson distribution is applied. Number 3, define probability mass function PMF. Number 4, state the conditions for Poisson's model. Number 5, how is Poisson model related to binomial distribution? Number 6, what is cumulative probability? Number 7, what are the key points of Poisson distribution? That is solved with your class number MM46, Poisson distribution, and we continue the topic. Thank you very much.